മലയാറ്റൂരിലെ കൊലപാതകത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിലായി. കൊലപാതകം നടത്തിയത് ആൺ സുഹൃത്ത് അലനാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. അലൻ കുറ്റം സമ്മതിച്ചെന്നാണ് വാർത്ത. കൃത്യം നടത്തിയത് മദ്യലഹരിയിലാണെന്നും വിവരം ലഭിക്കുന്നു. സംശയ രോഗം മൂലമുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. റാഫി കരീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. റാഫി, ശരിക്കും ഈ ആൺ സുഹൃത്ത് അലൻ എങ്ങനെയാണ് കൊല നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. അയാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു എന്ന പോലീസിൻ്റെ അഭിപ്രായം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞോ? പറയൂ വിവരങ്ങൾ. തീർച്ചയായും എസ് കെ എൻ, ഈ ആൺ സുഹൃത്തായ അലൻ തന്നെയായിരുന്നു ആദ്യഘട്ടം മുതൽ പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അലനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയിലും അലനെ പോലീസ് ചോദ്യം ചെയ്തു. ഇതിൽ നിന്നാണ് നിർണായക വിവരം പോലീസിന് ലഭിച്ചത്. അലൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അലൻ പോലീസിനോട് നൽകിയിരിക്കുന്ന വിവരം അത് ഈ നിലയിലാണ്. 6-ാം തീയതി രാത്രിയിൽ ഈ പെൺകുട്ടി അലനൊപ്പം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് അലനും ഈ പെൺകുട്ടിയും സംസാരിച്ചു. സംസാരത്തിനിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കം ഈ പെൺകുട്ടിക്ക് ഈ സമയം വന്ന ചില ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. അലന് ഈ ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടായിരുന്നു. തുടർന്ന് അലനും ഈ പെൺകുട്ടിയും തമ്മിൽ തർക്കമുണ്ടാകുന്നു. ഈ സമയം അലൻ മദ്യലഹരിയിലായിരുന്നു. പിന്നീട് അലൻ ഈ പെൺകുട്ടിയെ ഈ ഒരു ഉത്സവം നടക്കുന്ന സ്ഥലത്ത് നിർത്തുന്നു. അതിനുശേഷം അലൻ വീണ്ടും ബാറിൽ പോയി മദ്യപിക്കുന്നു. തിരിച്ചു വന്നതിന് ശേഷം ഈ പെൺകുട്ടിയെ വീട്ടിലാക്കുന്നതിന് വേണ്ടി അലന്റെ ബൈക്കിൽ യാത്ര ചെയ്യുന്നു. തുടർന്ന് ഈ കൃത്യം നടന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷം അവിടെ വിജനമായ ഒരു പ്രദേശമാണ്. അവിടെ വണ്ടി നിർത്തിയതിനു ശേഷം വീണ്ടും ഇവർ തമ്മിൽ സംസാരിക്കുന്നു, തർക്കമുണ്ടാകുന്നു. ഈ തർക്കത്തിനിടയിലാണ് അവിടെ ഉണ്ടായിരുന്ന കല്ലുപയോഗിച്ച് അലൻ ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്നതും തലയ്ക്കടിക്കുന്നതും കൊലപ്പെടുത്തുന്നതും. ഇതാണ് അലൻ പോലീസിനോട് നിലവിൽ സമ്മതിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അലനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാലടി പോലീസാണ് അലനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഇന്നലെ മുതൽ ഈ കേസ് അന്വേഷിച്ചത്. ഈ കേസിൽ നിർണായകമായ വിവരം അത് CCTV ദൃശ്യങ്ങളാണ്. കാരണം അലൻ ഈ പെൺകുട്ടിയുമായി ബൈക്കിൽ ഈ കൃത്യം നടന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് സംഘത്തിന് ലഭിച്ചിരുന്നു. ഈ CCTV ലഭിച്ചതിന് പിന്നാലെയാണ് അലനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തത്. ഇന്നലെ രാത്രിയിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അലൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 6-ാം തീയതിയാണ് ചിത്രപ്രിയ എന്ന കുട്ടി കാണാതാകുന്നത്. 6-ാം തീയതി സമീപത്തുള്ള ഒരു അമ്പലത്തിലേക്ക് ഉത്സവത്തിനായി പോകിയതാണ് ഈ കുട്ടി. അതിനുശേഷം ഈ കുട്ടിയെ കാണാതാകുന്നു. പിന്നീട് ഈ കുട്ടിക്ക് വേണ്ടി നാട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തുന്നു. ഈ പോലീസ് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ഈ കുട്ടിയുടെ മൊബൈൽ ടവർ അത് മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ മൃതശരീരം ലഭിച്ച ഈ ഭാഗത്ത് പോലീസും നാട്ടുകാരും ഇന്നലെ വിശദമായി പരിശോധന നടത്തുന്നു. അപ്പോഴാണ് ഈ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുന്നതും പിന്നീട് മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായപ്പോഴാണ് ശരീരത്തിൽ മുറിവ് കണ്ടെത്തുന്നതും ഇതൊരു കൊലപാതകമാണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഇതിന് പിന്നാലെ അലനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു. അതിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചത്. അലൻ കഴിഞ്ഞ 3 ദിവസമായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് 6-ാം തീയതി തന്നെയാണ് ഈ കൃത്യം നടന്നിരിക്കുന്നത്. 6-ാം തീയതി രാത്രി മദ്യലഹരിയിലാണ് സംശയത്തിന്റെ പേരിൽ ചിത്രപ്രിയ എന്ന 19 വയസ്സുകാരിയെ ആൺ സുഹൃത്തെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഓക്കെ, എന്തായാലും ആൺ സുഹൃത്തിനോട് ഇന്നലെ വരെ സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഇയാൾ തന്നെ മദ്യലഹരിയിൽ കൊലപാതകം നടത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ജീവനാണ് ഇയാൾ അപഹരിച്ചത്. സംശയം മൂലമുള്ള തർക്കം, പ്രത്യേകിച്ച് ഈ മദ്യലഹരിയിലുള്ള ആൾക്കാരും മയക്കുമരുന്നിന് അടിപ്പെട്ടവരും ഒക്കെയുള്ള ആളുകൾ സംശയ രോഗികളായി മാറുന്നതൊക്കെ സ്വാഭാവികമാണ്. എന്നാലും നമ്മുടെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഒരാളോട് ഇഷ്ടം തോന്നുന്നതൊക്കെ നമുക്ക് സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ ഇഷ്ടം തോന്നുന്ന ആളിനോട് വെറും നമുക്ക് പണ്ടത്തെ കാലം പോലെ ഇഷ്ടം തോന്നി അയാളോട് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അയാളെ മനസ്സിലാക്കിയിട്ട് വേണം അയാളോടൊപ്പം ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാമെന്നൊക്കെ പറയാനോ. കാരണം ഈ യങ്സ്റ്റേഴ്സിൽ ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ സ്വാധീനം വളരെ വളരെ കൂടുതലാണ്. നമ്മൾ അവിടെ പോയി അടിപ്പെട്ട് കഴിഞ്ഞ് പിന്നീട് നമുക്ക് പിന്മാറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിപ്പോകും. അപ്പോൾ നമ്മുടെ കുട്ടികൾ കരുതലോടെ വേണം നടക്കാൻ. മാതാപിതാക്കൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത് കാലം വല്ലാത്തൊരു കാലമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.